Hello everyone, welcome to the course on Power Generation, Transmission and Protection. We are discussing Module 6. In Module 6, today we are entering to types of distributors, busbar arrangement, concentrated and uniform loading and methods of solving distribution problems. Different type of distributors. നമ്മൾ distributors എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ജനറൽ ഒരു ഐഡിയ പഠിച്ചു കഴിഞ്ഞു. സോ നമ്മൾ general method of classifying DC distributors എന്ന് പറയുന്നത് DC distributors ആണ് പഠിക്കുന്നത്. അതിന്റെ general method of classification എന്ന് പറയുന്നത് the way they are fed by feeders എന്ന ബേസിസിലാണ്. സോ അതനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം നാലായിട്ട്. ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് വൺ എൻഡ്, ഒരു എൻഡിൽ ഫെഡ് ചെയ്യുന്നു. സെക്കൻഡ് വൺ ഡിസ്ട്രിബ്യൂട്ടഡ് ഫെഡ് അറ്റ് ബോത്ത് എൻഡ്സ്, രണ്ട് എൻഡിലും ഫെഡ് ചെയ്യുന്നു. പിന്നെ ഉള്ളത് ഡിസ്ട്രിബ്യൂട്ടഡ് ഫെഡ് അറ്റ് ദ സെന്റർ. ഓക്കെ, ഫോർത്ത് വൺ റിംഗ് ഡിസ്ട്രിബ്യൂട്ടർ. ഇങ്ങനെ നാല് രീതിയിൽ നമുക്ക് എന്തിനെ ക്ലാസിഫൈ ചെയ്യാം, ഈ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ ഫസ്റ്റ് കാറ്റഗറി നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫെഡ് അറ്റ് വൺ എൻഡ്. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് ഫീഡിംഗിൽ ഡിസ്ട്രിബ്യൂട്ടർ എവിടെയായിരിക്കും കണക്ട് ചെയ്തിരിക്കുക? ടു ദ സപ്ലൈ അറ്റ് വൺ എൻഡ് ആൻഡ് ലോഡ്സ് ആർ ടേക്കൺ അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് along the length of distributor. ഒരു എൻഡിലായിരിക്കും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഡിസ്ട്രിബ്യൂട്ടർ കണക്ട് ചെയ്തിരിക്കുക. എന്ത് ചെയ്യും, along the length എന്ത് ചെയ്യും, ഡിഫറെന്റ് പോയിന്റ്സിലായിരിക്കും നമ്മൾ ലോഡ്സ് കണക്ട് ചെയ്തിരിക്കുക. അതിന്റെ ഒരു ഫിഗർ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ദിസ് എ സിംഗിൾ ലൈൻ ഡയഗ്രാം ഓഫ് എ DC ഡിസ്ട്രിബ്യൂട്ടർ. AB എന്ന് പറയുന്നത് DC ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് പോയിന്റ് A. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇതിനെ വിളിക്കാം സിംഗിളി ഫെഡ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് വിളിക്കാം. ഓക്കെ, ലോഡ് I1, I2, I3 ഈ ലോഡുകൾ എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മൂന്ന് പോയിന്റില് CDE എന്ന് പറയുന്ന മൂന്ന് പോയിന്റിൽ നിന്ന് ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ കേസിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, കറന്റ് ഇൻ ദ വേരിയസ് സെക്ഷൻസ് ഓഫ് എ ഡിസ്ട്രിബ്യൂട്ടർ ഓക്കെ എവേ ഫ്രം ഫീഡിംഗ് പോയിന്റ് ഗോസ് ഓൺ ഡിക്രീസിങ്. എന്താ അതിന്റെ മീനിങ്? വേരിയസ് സെക്ഷൻസിലുള്ള ഡിസ്ട്രിബ്യൂട്ടറിന്റെ വേരിയസ് സെക്ഷൻസിലുള്ള കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് പോകുന്തോറും കറണ്ടിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ AC എന്ന് പറയുന്ന സെക്ഷനകത്ത് കറണ്ട് I1 പ്ലസ് I2 പ്ലസ് I3 ആണ്. ഓക്കെ, അതിൽ നിന്നും I1 എന്നുള്ള കറണ്ട് ലോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് ബാക്കിയാണ് എന്ത് CD എന്ന് പറയുന്ന സെക്ഷനിൽ എത്തുന്നത്. സോ CDയിലെ കറണ്ട് I2 പ്ലസ് I3, കറണ്ട് കുറഞ്ഞു. Dയിലോട്ട് വരുമ്പോൾ I2 പോയി കഴിഞ്ഞിട്ട് ബാക്കി I3 എൻ്റർ ചെയ്യുന്നുള്ളൂ. സോ Dയിൽ കറണ്ട് I3 മാത്രമേ വരുന്നുള്ളൂ. സോ മിനിമം വോൾട്ടേജ് എന്ന് പറയുന്ന ഒക്കെ അറിയുന്ന പോയിന്റ് എവിടെയായിരിക്കും? E ആയിരിക്കും. സോ നമുക്ക് പറയാം വോൾട്ടേജ് അക്രോസ് ദ ലോഡ്സ് എവേ ഫ്രം ദ ഫീഡിംഗ് പോയിന്റ് ഗോസ് ഓൺ ഡിക്രീസിംഗ് എന്ന് പറയാം. സോ വി ക്യാൻ സേ ദാറ്റ് മിനിമം പോയിന്റ് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് പോയിന്റ് E ആയിരിക്കും. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചു എന്ന് വിചാരിക്കുക, എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ എന്ത് ചെയ്യും, ഡിസ്കണക്ട് ചെയ്ത് മാറിയിരിക്കും. സോ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഇവിടെ ഇന്ററപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഇത്തരം ഒരു കണക്ഷന്റെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ഈസ് ഫെഡ് അറ്റ് ബോത്ത് എൻഡ്സ്. ഇവിടുത്തെ കേസ് പറയുകയാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ഈസ് കണക്റ്റഡ് ടു ദ സപ്ലൈ മീൻസ് എവിടെയൊക്കെ ഉണ്ട്, രണ്ട് പോയിന്റ്സിൽ, രണ്ട് എൻഡില്. സോ ലോഡ്സ് ആർ ടാപ്ഡ് ഓഫ് അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് അലോങ് ദ ലെങ്ത് ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ. ഓക്കെ, ഓൾസോ വി ക്യാൻ സേ ദാറ്റ് വോൾട്ടേജ് അറ്റ് ഫീഡിംഗ് പോയിന്റ്സ് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ എന്ന് പറഞ്ഞുകൂടെ നമുക്ക്. ഫീഡിംഗ് പോയിന്റിലുള്ള വോൾട്ടേജ് രണ്ട് സൈഡിലെയും, ഇപ്പം A എന്ന് പറയുന്ന പോയിന്റിലെ വോൾട്ടേജും B എന്ന് പറയുന്ന വോൾട്ടേജിൽ ചിലപ്പം രണ്ടിലെയും വോൾട്ടേജ് ചിലപ്പോൾ സെയിം ആവാം, അല്ലെങ്കിൽ സെയിം ആയി കൂടാന്നുമില്ല. ഓക്കെ, ഫിഗർ നിങ്ങൾക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർ കാണാം ഇങ്ങനെ ഈ ടൈപ്പ് കണക്ഷന്റെ. ഓക്കെ, A എന്ന് പറയുന്ന പോയിന്റിലും B എന്ന് പറയുന്ന പോയിന്റിലുമാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഫീഡ് ചെയ്യുന്നത്. I1, I2, I3 എന്ന് പറയുന്നത് ടാപ്പ് ലോഡുകളാണ്. അത് ഏതൊക്കെ പോയിന്റ്സിലാണ് എടുത്തേക്കുന്നത്? C, D and E. ഓക്കെ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലോഡ് വോൾട്ടേജ് ഗോസ് ഓൺ ഡിക്രീസിങ് ആസ് വി മൂവ് അവേ ഫ്രം ഫീഡിംഗ് പോയിന്റ്. ഒരു വൺ ഫീഡിംഗ് പോയിന്റ്, അതായത് ആദ്യത്തെ ഫീഡിംഗ് പോയിന്റ് നമ്മൾ പോകുന്ന സമയത്ത് ലോഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റീച്ചസ് മിനിമം എപ്പോഴാണ് എത്തുന്നത്? മിനിമം എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും, ഒരു പോയിന്റിൽ മിനിമം എത്തിക്കഴിഞ്ഞ് പിന്നെ അഗെയിൻ സ്റ്റാർട്ട്സ് റൈസിങ് ആൻഡ് റീച്ചസ് മാക്സിമം അറ്റ് അതർ എൻഡ്. സോ മിനിമം വോൾട്ടേജ് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? മിനിമം വോൾട്ടേജ് പോയിന്റ് ഇവിടെ ഉണ്ടാവുമോ?
എങ്ങനെയായിരിക്കും? The minimum voltage occurs at some load point. ഏതെങ്കിലും ഒരു ലോഡ് പോയിന്റിലായിരിക്കും മിനിമം വോൾട്ടേജ് ഒക്കെയർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈസ് നെവർ ഫിക്സഡ്. അതൊരു ഫിക്സഡ് വാല്യൂ ആവണമെന്നില്ല. ഓക്കെ, ഇറ്റ് ഈസ് ഷിഫ്റ്റഡ് വിത്ത് ദ വേരിയേഷൻ ഓഫ് ലോഡ് ഓൺ ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയാം നമുക്ക്. ഓക്കെ, ഇനി നോക്കാം വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്. എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്? ഇപ്പം എന്തെങ്കിലും ഒരു ഫോൾട്ട് ഒക്കെയർ ചെയ്യുന്നു വിചാരിക്കുക ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂട്ടറിൽ. സോ അത് മാത്രം ഐസൊലേറ്റ് ചെയ്ത് മാറ്റി നിർത്തിക്കൊണ്ട് സപ്ലൈ ഇന്ററപ്റ്റ് ആവാതെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾസോ ഇൻ കേസ് ഓഫ് ഫോൾട്ട് ഓൺ എനി സെക്ഷൻ ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ, ഓക്കെ, കണ്ടിന്യൂറ്റി ക്യാൻ ബി മെയിൻറ്റെയിൻ ഫ്രം അതർ ഫീഡിംഗ് പോയിന്റ്. അതൊരു അഡ്വാൻറ്റേജ് അല്ലേ? ഓക്കെ, പിന്നെ പറയാൻ പറ്റുന്നത് ക്രോസ് സെക്ഷൻ ഏരിയ required for doubly fed distributor is much less than that of singly fed distributor. Okay, so these are the advantages of distributed fed at both ends എന്ന് പറയാം നമുക്ക്. ഓക്കെ, അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ഫെഡ് അറ്റ് സെന്റർ. ഓക്കെ, ഈ ടൈപ്പില് നമ്മൾ ഫീഡിങ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സെന്റർ ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടർ ഈസ് കണക്റ്റഡ് ടു ദ സപ്ലൈ മെയിൻസ്. ഇപ്പൊ ആ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ആ ടൈപ്പ് ഒരു കണക്ഷൻ. സോ നമുക്ക് ഇത് ഏതിന് ഇക്വാലന്റ് ആണെന്ന് പറയാം? ടു സിംഗിളി ഫെഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഇക്വലന്റ് എന്ന് പറയാം. അത് കൂടാതെ പറയേണ്ട ഒരു കാര്യം, ഈച്ച് ഡിസ്ട്രിബ്യൂട്ടർ ഹാവിംഗ് കോമൺ ഫീഡിംഗ് പോയിന്റ് അല്ലേ, ആൻഡ് ലെങ്ത് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ ടോട്ടൽ ലെങ്ത് ആയിരിക്കും. ഓക്കെ, ഇനി അതുപോലെ റിംഗ് മെയിൻ ആണെങ്കിൽ എന്തായിരിക്കും വ്യത്യാസം? ഇവിടെ ഡിസ്ട്രിബ്യൂട്ടർ ഈസ് ദ ഫോം ഓഫ് ക്ലോസ്ഡ് റിംഗ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇക്വാലന്റ് ടു എ സ്ട്രേറ്റ് ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് ബോത്ത് എൻഡ്സ് വിത്ത് ഈക്വൽ വോൾട്ടേജസ്. ഓക്കെ, ടു എൻഡ്സ് ബീങ് ബ്രോട്ട് ടുഗദർ. അതാണ് ഒരു മാറ്റം എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ എന്താവുള്ളൂ? ഒരു ക്ലോസ്ഡ് റിംഗ് അവിടെ ഫോം ആവുന്നുള്ളൂ. സോ ദ ഡിസ്ട്രിബ്യൂട്ടർ റിംഗ് മേ ബി ഫെഡ് അറ്റ് വൺ ഓർ മോർ ദാൻ വൺ പോയിന്റ്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് റിംഗ് മെയിൻ സിസ്റ്റം. ഓക്കെ, നൗ ലെറ്റ് us മൂവ് ടു DC ഡിസ്ട്രിബ്യൂഷൻ കാൽക്കുലേഷൻസ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ്സ് ഓഫ് ഫീഡിംഗ് അല്ലാതെ പിന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും കോൺസെൻട്രേറ്റഡ് ലോഡിംഗ് ആൻഡ് യൂണിഫോം ലോഡിംഗ്. പിന്നെ ഉള്ളത് ബോത്ത് കോൺസെൻട്രേറ്റഡ് ആൻഡ് യൂണിഫോം ലോഡിംഗ്. എന്താണ് വ്യത്യാസം? കോൺസെൻട്രേറ്റഡ് ലോഡിംഗ് ആണെങ്കിൽ എന്തായിരിക്കും? ലോഡ്സ് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓൺ ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. മറ്റേതാണെങ്കിൽ യൂണിഫോം ആയിട്ട് എൻറ്റയർ ലെങ്തിൽ ആക്ട് ചെയ്യും. ഓക്കെ, നമുക്കിത് കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ആദ്യം DC ഡിസ്ട്രിബ്യൂട്ടഡ് ഫെഡ് അറ്റ് വൺ ലെഗ്. അത് കോൺസെൻട്രേറ്റഡ് ലോഡിംഗ് ആണെങ്കിൽ എങ്ങനെയെന്നുള്ള കാര്യം. ഓക്കെ, ഇത് ഫിഗർ നിങ്ങൾക്ക് എന്ത് കാണാം? ഇറ്റ് ഇസ് എ സിംഗിൾ ഡയഗ്രാം ഓഫ് ടു വയർ DC ഡിസ്ട്രിബ്യൂട്ടർ. ഓക്കെ, AB ഫെഡ് അറ്റ് വൺ എൻഡ് ആണ്. ഓക്കെ, അതിന്റെ ലോഡ്സ് I1, I2, I3, I4 എന്നിവയാണ്. അത് CDEF എന്ന് പറയുന്ന പോയിന്റ്സിലാണ് ടാപ്പ് ചെയ്തെടുത്തേക്കുന്നത്. സ്മോൾ r1, സ്മോൾ r2, സ്മോൾ r3 ആൻഡ് സ്മോൾ r4 ബി ദ റെസിസ്റ്റൻസ് ഓഫ് ബോത്ത് വയേഴ്സ്. രണ്ടും ഗോ വയറും റിട്ടേൺ വയറും രണ്ടിന്റെയും റെസിസ്റ്റൻസ് R1, R2, R3, R4 തന്നെയാണ്. ഓക്കെ, ഏതൊക്കെ സെക്ഷൻസ് ആണ്? R1-ൻ്റെത് R1 എന്ന് പറയുന്ന AC-യുടെ, R2 എന്ന് പറയുന്ന CD-യുടെ, R3 എന്ന് പറയുന്ന DE-യുടെ, R4 എന്ന് പറയുന്ന EF-ന്റെ. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ കാൽക്കുലേഷൻസ് ചെയ്ത് നോക്കിയാൽ കറന്റ് ഫെഡ് ഫ്രം പോയിന്റ് എ, പോയിന്റ് എയിൽ ഫെഡ് ചെയ്യുന്ന കറണ്ട് എത്രയായിരിക്കും? I1 plus I2 plus I3 plus I4 മൊത്തം കറണ്ട് ആയിരിക്കും ഇങ്ങോട്ട് കയറുന്നത്. സോ കറന്റ് ഇൻ സെക്ഷൻ AC എന്ന് പറയുമ്പോൾ ഏത് കറണ്ട് ആയിരിക്കും? I1 plus I2 plus I3 plus I4 ആണ്. CD-യിലെ കറണ്ട് എത്രയായിരിക്കും? മൊത്തം കറണ്ടിൽ നിന്നും I1 പോകണം. സോ I2 plus I3 plus I4 ആണ് സെക്ഷൻ CD-യിലെ കറണ്ട് എന്ന് പറയുന്നത്. സെക്ഷൻ DE-യിലെ കറണ്ട് എന്തായിരിക്കും? I3 plus I4 ആയിരിക്കും. ഓക്കെ, അതുപോലെ സെക്ഷൻ EF-ലെ കറണ്ട് എന്ന് പറയുന്നത് I4 മാത്രമായിരിക്കും. കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് ഓരോ സെക്ഷന്റെയും കേസിൽ കണ്ടുപിടിക്കാം. AC ആണെങ്കിൽ ആ റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ട്. സോ R1 ഇൻറ്റു I1 plus I2 plus I3 plus I4. CD-യുടെ കേസ് ആണെങ്കിൽ R2 ഇൻറ്റു I2 plus I3 plus I4. DE-യുടെ കേസ് ആണെങ്കിൽ R3 ഇൻറ്റു I3 plus I4. EF-ന്റെ കേസ് ആണെങ്കിൽ R4 ഇൻറ്റു I4. സോ ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇതിന്റെ എല്ലാം സം എടുത്താൽ മതി. ഓക്കെ, സോ ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് പറയാം? മിനിമം പൊട്ടൻഷ്യല് എവിടെയായിരിക്കും? F-ലാണ് ഒക്കെയർ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത കേസിൽ യൂണിഫോംലി ലോഡഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫെഡ് അറ്റ് വൺ എൻഡ്. കോൺസെൻട്രേറ്റഡ് ആണ് നേരത്തെ നോക്കിയത്. ഇനി യൂണിഫോം ലോഡഡ് കേസിൽ എന്തായിരിക്കും മാറ്റം എന്നുള്ളത്. സോ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് എ സിംഗിൾ ലൈൻ ഡയഗ്രാം ഓഫ് എ ടു വയർ DC ഡിസ്ട്രിബ്യൂട്ടർ. AB എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് വൺ പോയിന്റേ ഉള്ളൂ. ഏത്?
വ്യത്യാസം is loaded uniformly. കറണ്ട് small I amperes per meter length ആണ്. എന്താണ് അതിന്റെ മീനിങ്? ഓരോ 1 meter length of distributorലും ലോഡ് ടാപ്ഡ് എന്ന് പറയുന്നത് I amperes ആയിരിക്കും. Okay, so let L be the length of L meters be the length of distributor and R ohm be the resistance per meter turn. Okay, so ഇതാണ് ഇതിന്റെ സിംഗിൾ ലൈൻ ഡയഗ്രാം. Okay, നമ്മൾ ഇതിനെ അനാലിസിസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, വേറൊരു ഡയഗ്രാം മാറ്റി വരച്ചു. Okay, പോയിന്റ് C എന്ന് പറയുന്നത് പോയിന്റ് കൺസിഡർ ചെയ്യാം. So consider point C on the distributor that is at a distance x meters from the feeding point A. അല്ലേ? പിന്നെ കറന്റ് അറ്റ് പോയിന്റ് സി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സി എന്ന് പറയുന്ന കറണ്ട് എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്ന മീറ്റർ ലെങ്ത് കറണ്ടിനെ എൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൊത്തം കറണ്ട് കിട്ടി. അപ്പൊ അതിനകത്ത് നിന്ന് ഐ എക്സ് കുറച്ചാൽ മതി. സോ ഐ എൽ മൈനസ് ഐ എക്സ് ആംപിയേഴ്സ് ആയിരിക്കും പോയിന്റ് സിയിലെ കറണ്ട് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ഐ ഇൻറ്റു എൽ മൈനസ് എക്സ് ആംപിയേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇനി ഒരു സ്മോൾ ലെങ്ത് ഡി എക്സ് ഇവിടെ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇവിടുത്തെ റെസിസ്റ്റൻസ് ആർ ഡി എക്സ് ആണ്. സോ വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കാൻ എങ്ങനെയായിരിക്കും? കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ചെയ്താൽ പോരെ. സോ ഐ ഇൻറ്റു എൽ മൈനസ് എക്സ് ആർ ഡി എക്സ് എന്ന് കിട്ടും. ഡി വി ഐ ആർ ഇൻറ്റു എൽ മൈനസ് എക്സ് ഡി എക്സ് കിട്ടും അത്. ഓക്കെ, സോ ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ദ ഡിസ്ട്രിബ്യൂട്ടഡ് അപ് ടു പോയിന്റ് സി എന്തായിരിക്കും? ഓക്കെ, ഒരൊറ്റന്ന് കിട്ടി നമുക്ക്, ഡി വി കിട്ടി. സോ വി കാണാൻ 0 to x ചെയ്യണം. ഓക്കെ, ഇന്റഗ്രൽ 0 to x ഐ ആർ ഇൻറ്റു എൽ മൈനസ് എക്സ് ഡി എക്സ് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഐ ആർ ഇൻറ്റു എൽ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. എന്ത്? വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ദ ഡിസ്ട്രിബ്യൂട്ടഡ് അപ് ടു പോയിന്റ് സി എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, ഇനി വോൾട്ടേജ് ഡ്രോപ്പ് അപ് ടു പോയിന്റ് ബി എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് എക്സിന് എൽ എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച വോൾട്ടേജിന്റെ ഇക്വേഷനകത്ത് എക്സിന് എൽ ഇട്ട് കൊടുക്കാം. സോ വോൾട്ടേജ് ഡ്രോപ്പ് ഓവർ ദ ഡിസ്ട്രിബ്യൂട്ടർ എ ബി എന്ന് പറയുമ്പോൾ ആ ഇക്വേഷനകത്ത് എക്സിന് എൽ ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? ഹാഫ് ഐ ആർ സ്ക്വയർ എൽ എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്താൽ ഹാഫ് ഇൻറ്റു ഐ എൽ ഇൻറ്റു ആർ ഇൻറ്റു എൽ എന്ന് കിട്ടും. ഓക്കെ, ഈ ഐ ഇൻറ്റു സ്മോൾ ഐ ഇൻറ്റു സ്മോൾ എൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടോട്ടൽ ക്യാപിറ്റൽ ഐ, ദാറ്റ് ഇസ് ടോട്ടൽ കറന്റ് എൻ്ററിംഗ് പോയിന്റ് എ. ആർ എൽ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ആർ, ഇറ്റ് ഈസ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടർ, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ഐ ഇൻറ്റു ആർ എന്ന് കിട്ടും. Okay, so we can say that for a uniformly loaded distributor fed at 1 end, total voltage drop that is equal to that of produced by the whole of the load assumed to be concentrated at the middle point. നടുക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ആയിരിക്കും നമുക്ക് യൂണിഫോം ലോഡഡ് ഡിസ്ട്രിബ്യൂട്ടറിന്റെ കേസിൽ എന്ത് കിട്ടുന്നത്? നമ്മുടെ വോൾട്ടേജ് ഡ്രോപ്പിന്റെ ആ ഒരു കാൽക്കുലേഷൻസ് പ്രൊസീഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ഫെഡ് അറ്റ് ബോത്ത് എൻഡ്സ് തന്നെ കോൺസെൻട്രേറ്റഡ് ലോഡിംഗ് എങ്ങനെയാണ് കാൽക്കുലേഷൻസ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം നമുക്ക്. ഓക്കെ, സോ ഇതിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡിസൈറബിൾ ദാറ്റ് എ ലോങ് ഡിസ്ട്രിബ്യൂട്ടർ, വലിയ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണെങ്കിൽ വി ഹാവ് ടു ഫെഡ് അറ്റ് ബോത്ത് എൻഡ്സ്. ഓക്കെ, ഒരു സൈഡ് അല്ല രണ്ട് സൈഡും ഫെഡ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് നമുക്ക് കൺസിഡറബിളി കുറക്കാം വിതൗട്ട് ഇൻക്രീസിങ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ. സോ the distributor may be supplied with രണ്ട് രീതി ചെയ്യാം നമുക്കത്. ഈക്വൽ വോൾട്ടേജ് കൊടുക്കാം, അൺഈക്വൽ വോൾട്ടേജ് കൊടുക്കാം. രണ്ട് എൻഡിലും കണക്ട് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് തന്നെ രണ്ട് എൻഡിലും ഒരേ വോൾട്ടേജ് കൊടുക്കാം, അല്ലെങ്കിൽ അൺഈക്വൽ വോൾട്ടേജ് കൊടുക്കാം. രണ്ട് കേസിലും എങ്ങനെ മാറുന്നു എന്നുള്ള കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. നോക്കാം നമുക്ക്. ഓക്കെ, ആദ്യം 2 ends fed with ഈക്വൽ വോൾട്ടേജസ്. ഓക്കെ, എ ബി എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടർ രണ്ട് എൻഡിലും നമ്മൾ ഫെഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. രണ്ടിന്റെയും വോൾട്ടേജ് വി ആണ്. ഓക്കെ, ലോഡ് I1, I2, I3, I4, I5 എന്നിവയാണ്. ഓക്കെ, അത് കണക്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് സി ഡി ഇ എഫ് ജി ആണ്. ഓക്കെ, നമ്മൾ ഒരു സൈഡിൽ നിന്നും മറ്റൊരു എൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കും. എയിൽ നിന്നാണ് പോകുന്നത് വിചാരിക്കുക. അപ്പൊ എന്ത് പറ്റും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. എന്നിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് മിനിമം ആവും. ഓക്കെ, അത് ഇ എന്ന് പറയുന്ന പോയിന്റിലാണ് മിനിമം ആവുന്നതെന്ന് വിചാരിക്കുക. പിന്നെ എന്ത് ചെയ്യും? അവിടെ നിന്ന് ആദ്യം ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ദാറ്റ്സ് അഗെയിൻ സ്റ്റാർട്ട് റേസിംഗ് ആൻഡ് ബിക്കംസ് വി വോൾട്ട്. ഓക്കെ, എവിടെ എത്തുമ്പോഴും ബി എത്തുമ്പോഴേക്കും പിന്നെ ആദ്യം വി ആയി മാറും. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ഓൾ കറന്റ്സ് ടാപ്ഡ് ഓഫ് ബിറ്റ്വീൻ ദിസ് പോയിന്റ് എ ആൻഡ് ഇ okay will be supplied from feeding point A, while those tapped off between B and E will be supplied from the feeding point B. എന്താ അതിന്റെ മീനിങ്? നമുക്ക്
ഇവിടെ ഇ എന്ന് പറയുന്ന പോയിന്റിലെ ടാപ്പ് ഓഫ് ചെയ്യുന്ന കറണ്ട് I3 എന്ന് പറയുന്ന കറണ്ട് ഇറ്റ് ഈസ് പാർഷ്യലി സപ്ലൈഡ് ഫ്രം എ സൈഡ് അതുപോലെ ബി സൈഡ് രണ്ടിൽ നിന്നും വരും. സോ ദീസ് കറന്റ്സ് എക്സ് ആൻഡ് വൈ എടുത്തു കഴിഞ്ഞാൽ I3 എന്ന് പറയുന്ന കറണ്ട് എന്തായിരിക്കും? എക്സിന്റെയും വൈയുടെയും സമ്മം ആയിരിക്കും. സോ ഇതിൽ നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ പറ്റും. പോയിന്റ് ഓഫ് മിനിമം പൊട്ടൻഷ്യൽ കറന്റ് കംസ് ഫ്രം ബോത്ത് എൻഡ്സ് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും. ഓക്കെ, നമുക്ക് ജനറലി എന്ത് ചെയ്യേണ്ടി വരും? പോയിന്റ് ഓഫ് മിനിമം പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ടി വരും. അതിനൊരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ കൺസിഡർ ചെയ്യാം. നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് എ ബി എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും. 3 കോൺസെൻട്രേറ്റഡ് ലോഡുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. I1, I2, I3, C, D, E എന്ന് പറയുന്ന പോയിന്റിൽ. ഓക്കെ, കറണ്ട് സപ്ലൈഡ് ബൈ ഫീഡിങ് ഇൻ എ എന്ന് പറയുന്നത് IA എന്ന് പറയുന്ന കറണ്ട്. ഓക്കെ, ഇത് കണക്ട് ചെയ്തിട്ടുള്ള ഫിഗർ നമുക്ക് നോക്കാം. ദിസ് ഇസ് ദ ഫിഗർ. സോ IAC എന്ന് പറയുന്ന കറണ്ട് എന്തായിരിക്കും? ഇറ്റ്സ് ആക്ച്വലി IA തന്നെയല്ലേ IAC ആവുന്നത്. ICD എന്താണ്? IA യിൽ നിന്നും I1 റെഡ്യൂസ് ചെയ്ത. സോ IA മൈനസ് I1. ഓക്കെ, IDE എന്തായിരിക്കും? IA മൈനസ് I1 മൈനസ് I2 ആയിരിക്കും. IEB എന്തായിരിക്കും? IA മൈനസ് I1 മൈനസ് I2 മൈനസ് I3 ആയിരിക്കും. സോ വോൾട്ടേജ് ഡ്രോപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ഓവർ എ ബി ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു V മൈനസ് V. രണ്ടും ഈക്വൽ വോൾട്ടേജ് ആണെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. സോ V മൈനസ് V ഈസ് ഈക്വൽ ടു IA RAC, IA മൈനസ് I1 RCD, IA മൈനസ് I1 മൈനസ് I2 RDE പ്ലസ് IA മൈനസ് I1 മൈനസ് I2 മൈനസ് I3 REB എന്ന് കിട്ടും. സോ ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ ഗെറ്റ് അൺനോൺ കറണ്ട് IA കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ തരും നമുക്ക് ജനറലി. Suppose actual directions of the current in the various sections of the distributor are indicated in ഈ ഫിഗർ ഉള്ള പോലെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക? ലോഡ് പോയിന്റ് where the currents are coming from both sides of distributor എന്ന് പറയുന്നത് എന്തായിരിക്കും? is the point of minimum potential. That is E ആണ് in this case എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 2 ends fed with unequal voltage. സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. എയും ബിയും തന്നെ, പക്ഷെ അവിടെ രണ്ട് സൈഡിലെ വോൾട്ടേജ് വ്യത്യാസമുണ്ട്. V1 V2 ആണ്. സോ മിനിമം പൊട്ടൻഷ്യൽ പോയിന്റ് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ കണ്ടുപിടിക്കാം. വോൾട്ടേജ് ഡ്രോപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്താണ്? ആക്ച്വലി വോൾട്ടേജ് ഡ്രോപ്പ് ഓവർ എ ബി അല്ലേ. സോ V1 മൈനസ് V2 is equal to വോൾട്ടേജ് ഡ്രോപ്പ് ഓവർ എ ബി തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി യൂണിഫോംലി ലോഡഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫെഡ് അറ്റ് ബോത്ത് എൻഡ്സ്. രണ്ട് എൻഡിലും ഫെഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ കോൺസെൻട്രേറ്റഡ് അല്ല. യൂണിഫോംലി ലോഡഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ എന്തായിരിക്കും മാറ്റം? അവിടെ നമ്മൾ രണ്ട് കേസ് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഈക്വൽ വോൾട്ടേജും അൺഈക്വൽ വോൾട്ടേജും. ആ രണ്ട് കേസിലും എന്ത് സംഭവിക്കുന്നുള്ള കാര്യം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം ഡിസ്ട്രിബ്യൂട്ടഡ് ഫെഡ് അറ്റ് ബോത്ത് എൻഡ്സ് വിത്ത് ഈക്വൽ വോൾട്ടേജ് നോക്കാം അതെങ്ങനെ ആവുന്നു എന്നുള്ള കാര്യം. ഓക്കെ, സോ ഫസ്റ്റ് യു ഹാവ് ടു കൺസിഡർ ഡിസ്ട്രിബ്യൂട്ടർ എ ബി. അതിന്റെ ലെങ്ത് L മീറ്റർ ആണ്. അതിന്റെ റെസിസ്റ്റൻസ് സ്മോൾ r ohms per meter. ഓക്കെ, വിത്ത് യൂണിഫോം ലോഡിംഗ് ഓഫ് സ്മോൾ I amperes per meter. ഓക്കെ, അതുകൂടാതെ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ബി ഫെഡ് അറ്റ് ഫീഡിംഗ് പോയിന്റ്സ് എ ആൻഡ് ബി വിത്ത് ഈക്വൽ വോൾട്ടേജ്. ആ വോൾട്ടേജും പറഞ്ഞിട്ടുണ്ട് V വോൾട്ട്. ഓക്കെ, കറന്റ് സപ്ലൈ ടു ദ ഡിസ്ട്രിബ്യൂട്ടർ ഈസ് ആക്ച്വലി IL. ഓക്കെ, രണ്ട് എൻഡിലും ഈക്വൽ വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കറന്റ് സപ്ലൈഡ് ഫ്രം ഈച്ച് ഫീഡിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? IL/2 ആയിരിക്കും. സോ കറന്റ് സപ്ലൈഡ് ഫ്രം ഈച്ച് feeding point can be written as IL/2. Okay, if we consider point C at a distance x meters from the feeding point A, we will get current at point C എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ IL/2 ൽ നിന്നും x വരെയുള്ള, അതായത് IX എന്ന് പറയുന്ന കറണ്ട് കുറച്ചാൽ മതി. സോ IL/2 minus IX, that is equal to I into L/2 minus X എന്ന് കിട്ടും. That is the current at point C. Okay. Now consider small length dx. എവിടെ? C എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു സ്മോൾ ലെങ്ത് കൺസിഡർ ചെയ്യുക. അവിടുത്തെ റെസിസ്റ്റൻസ് RDX ആണെന്ന് എടുക്കുക. സോ വോൾട്ടേജ് ഡ്രോപ്പ് ഓവർ ദ ലെങ്ത് DX എന്തായിരിക്കും? dV is equal to I into L/2 minus X into RDX ആയിരിക്കും. IR into L/2 minus X dx എന്ന് കിട്ടും. സോ വോൾട്ടേജ് ഡ്രോപ്പ് അപ് ടു C എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? 0 to X ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സോ 0 to X ഇന്റഗ്രൽ 0 to X IR L/2 minus X dx ഇന്റഗ്രേറ്റ് ചെയ്താൽ IR into LX/2 minus X square by 2 എന്ന് കിട്ടും. which is equal to IR/2 LX minus X square എന്ന് കിട്ടും. എന്ത്? വോൾട്ടേജ് ഡ്രോപ്പ് അപ് ടു പോയിന്റ് C എന്ന് പറയുന്നതിന്റെ വാല്യൂ. ഓക്കെ, നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. പോയിന്റ് ഓഫ് മിനിമം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്.
സോ മാക്സിമം വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് അറ്റ് മിഡ് പോയിന്റ്. ഓക്കെ, അത് ഏത് ലെങ്തിലായിരിക്കും? എക്സ് ഈക്വൽ ടു എൽ ബൈ ടു എന്ന് പറയുന്ന ലെങ്തിൽ. സോ മാക്സിമം വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടാൻ എന്ത് ചെയ്യണം? നമ്മൾ എക്സ് ഈക്വൽ ടു എൽ ബൈ ടു എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതിനകത്ത് എന്നിട്ട് സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടും? 1/8 into IRL² എന്ന് കിട്ടും. 1/8 into IL into RL. നേരത്തെ ചെയ്ത പോലെ എഴുതി നമ്മൾ. IL can be written as capital I, small RL can be written as capital R. IL is the total current fed to the distributor from both ends and RL is the total resistance of the distributor. So 1/8 IR എന്ന് കിട്ടും maximum voltage drop ന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ മിനിമം വോൾട്ടേജിന്റെ വാല്യൂ എന്തായിരിക്കും? ടോട്ടൽ വോൾട്ടേജിൽ നിന്നും ഇത് കുറച്ചാൽ പോരെ. സോ V minus IR/8 വോൾട്ട് ചെയ്താൽ എന്ത് കിട്ടും? മിനിമം വോൾട്ടേജിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫെഡ് അറ്റ് ബോത്ത് എൻഡ്സ് വിത്ത് അൺഈക്വൽ വോൾട്ടേജസ്, ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു കൺസിഡർ എ ഡിസ്ട്രിബ്യൂട്ടർ AB, okay, of length L meters, resistance is R ohms per meter with a uniform loading of I amperes per meter. Okay, ഈ ഡിസ്ട്രിബ്യൂട്ടർ നമ്മൾ ഫീഡ് ചെയ്യുന്ന പോയിന്റ് എയും ബിയും ആണ്. അവിടുത്തെ വോൾട്ടേജ് വ്യത്യാസമാണ് VA ആൻഡ് VB ആണ്. ഓക്കെ, സപ്പോസ് വി ക്യാൻ സേ ദാറ്റ് നമ്മുടെ മിനിമം പൊട്ടൻഷ്യൽ പോയിന്റ് സി എന്ന് പറയുന്നത് എക്സ് ഡിസ്റ്റൻസ് അവേ ഫ്രം പോയിന്റ് എ ആണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. Then the current supplied by the point A എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്മോൾ I into X ആയിരിക്കും. സോ ഇത് വെച്ചിട്ട്, ഇതാണ് കറണ്ട് എങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ റെസിസ്റ്റൻസ് RDX എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും നമുക്ക്? സെക്ഷൻ AC-യിൽ IRX²/2 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ ഡിസ്റ്റൻസ് C ഫ്രം ഫീഡിംഗ് പോയിന്റ് B ഈക്വൽ ടു L minus X ആണ്. ഓക്കെ, therefore current fed by B എന്തായിരിക്കും? It is I into L minus X ആയിരിക്കും. So voltage drop in section BC എന്തായിരിക്കും? IR into L minus X the whole square by 2 ആയിരിക്കും. Okay, so the voltage at point C VC എന്ന് പറയുന്നത് is actually VA minus drop over AC ആയിരിക്കും. Okay sir, that is VA minus IRX²/2 കിട്ടും നമുക്ക്. Okay, if ഇതുപോലെ voltage drop at C, ഓക്കെ, VC തന്നെ VB യുടെ ടേംസിൽ കാണുവാണെങ്കിൽ എങ്ങനെ എഴുതാം? VB മൈനസ് ഡ്രോപ്പ് ഓവർ VC ആയിരിക്കും അത്. ദാറ്റ് ഈസ് VB മൈനസ് IR into L minus X the whole square by 2 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് VB മൈനസ് IR into L minus X the whole square by 2 എന്ന് കിട്ടും. സോ ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്നും നമ്മുടെ ആദ്യത്തെ VC ഇക്വേഷൻ നമ്പർ 1 എന്നും എടുത്തു. സോ ഫ്രം ഇക്വേഷൻ നമ്പർ 1 and 2 we will അതിനെ രണ്ടിനെയും ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ സോൾവ് ചെയ്യുക. എക്സിന് വേണ്ടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ VA minus VB divided by IRL plus L/2 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് റൈറ്റ് സൈഡിലുള്ള എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് നോൺ ക്വാണ്ടിറ്റീസ് ആണ്. സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ മിനിമം പൊട്ടൻഷ്യൽ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ടുഡേ വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അത് തന്നെ കോൺസെൻട്രേറ്റഡ് ലോഡിംഗ് ആകുമ്പോഴും യൂണിഫോം ലോഡിംഗ് ആകുമ്പോഴും ഫെഡ് ഫ്രം വൺ എൻഡ്, ഫെഡ് ഫ്രം ബോത്ത് എൻഡ്, അതിൻ്റെയൊക്കെയുള്ള വ്യത്യാസം അനാലിസിസ് പോലെ എങ്ങനെ നമുക്ക് പ്രോബ്ലം സോൾവിംഗ് മെത്തഡോളജി ഉപയോഗിച്ച് ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഓക്കെ, വീഡിയോ ഒന്നുകൂടെ കാണുക, PPT ഒന്നുകൂടെ നോക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. താങ്ക് യു.